ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ രാവിലത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചെടികളൊക്കെ നോക്കുന്നുണ്ടെന്ന് കാര്യമായിട്ട് തന്നെ നല്ല വെള്ളത്തുള്ളികൾ എടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി തന്നെ നല്ല മഴയായിരുന്നു. രാത്രി എന്തിനു രാവിലെയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചാറ്റമഴ തന്നെയാണ്. അതിന് വേണ്ടിയല്ല മുറ്റത്ത് ഒരു പ്രദക്ഷിണം കഴിയാതൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പൂമ്പാറ്റക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ മഴയ്ക്കൊപ്പം അങ്ങനെ താളം പിടിച്ച് വിസിലൊക്കെ അടിക്കുന്നുണ്ട് രാവിലെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടിക്ക് തണുപ്പടിച്ചോട്ടെ, എന്തോ പനി മാതിരി. അവളോട് രാവിലെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉള്ളിക്കറി ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഈ പാത്രം നിറച്ച് ചോറ് കണ്ടിട്ട് എനിക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അതപ്പോൾ ഇന്നലത്തെ വളിച്ച പയറുപ്പേരിയും സാമ്പാറും ഒക്കെ ഉണ്ട് നമ്മുടെ കോഴിക്കുട്ടികൾക്കാണ്. പിന്നെ എനിക്കൊരു വട്ടുണ്ട് കേട്ടോ, കോഴിക്കാണെങ്കിലും ഞാൻ വളിക്കാൻ സമ്മതിക്കില്ല കേട്ടോ, ഫ്രിഡ്ജ് വെച്ചിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. പിന്നെ നമ്മളെ നോക്കിക്കണ്ട മത്തിക്കുട്ടന്മാരങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ എടുക്കുന്നില്ലേ നേരെ പോയത് അരി കഴുകി അടുപ്പത്തോട് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എളുപ്പം വേഗം നമ്മുടെ റേഷൻ പീടിയിലത്തെ അരിയില്ലേ അതാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ വെള്ളം തിളയ്ക്കാനൊന്നും കാത്തു തന്നിട്ടില്ല, വേഗം അരി കഴുകാണ്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ പോകുന്നത് മീൻ വെട്ടാനാണ് കേട്ടോ. അപ്പോൾ മീൻ വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പൂമ്പാറ്റക്കുട്ടി വന്നിട്ടുണ്ട്. എന്നെ കൂട്ടുമോ ചോദിച്ചിട്ട് വരണമല്ലോ. അവൾക്ക് മീനെ തൊടണം, അത് തൊട്ട് നോക്കണം, അങ്ങനെയില്ല. പിന്നെ നല്ല പരിഞ്ഞിലുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ പരിഞ്ഞിലൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കെഞ്ചി കൊഞ്ചി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നീ കൂടി വന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തൊട്ടോട്ടെ പിടിച്ചോട്ടെ എന്നൊക്കെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തെ പിന്നെ പെണ്ണ് അതിൽ നിന്ന് കൈ എടുക്കണില്ല കേട്ടോ. പിന്നെ മത്തിയിട്ട് അമ്മാനാടുന്ന അവിടെ പരിപാടി പറഞ്ഞു. മത്തിനൊക്കെ എടുത്തിട്ട് നീ ഉള്ളിക്ക് കയറേണ്ട, വേഗം ബാത്റൂമിൽ പോയി കുളിച്ചോളാം. അപ്പോൾ അവളെ കുളിക്കാൻ വിട്ടിട്ടുണ്ട്. പിന്നെ മത്തി ഞാൻ കുറച്ചെടുത്തുകൊണ്ട് വറക്കാനും വെച്ചിട്ടുണ്ട്, കുറച്ച് കറി വെക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ മത്തിത്തല അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ മത്തിത്തല ഫാൻസ് ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് വറുത്താൽ. പിന്നെ ചോറ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറ് പാകമായിട്ടുണ്ട്. അപ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ഊറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ അടുപ്പുണ്ടല്ലോ, അടുപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ പറയുക, അരി ഊറ്റിയിടാൻ. ഏട്ടനോട് വിറവ് വാങ്ങി തരാൻ പറഞ്ഞാൽ വിറവ് വാങ്ങി തരത്തില്ല. ഏട്ടാ ചോദിക്കുന്നത് ഗ്യാസ് തീരുമ്പോൾ ഗ്യാസ് കിട്ടുന്നുള്ളൂ, പിന്നെ എന്താ വേണം എങ്കിൽ ഗ്യാസ് എങ്കിൽ ഗ്യാസ്. ചട്ടിയിലോട്ട് നേരത്തെ ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സാധന സാമഗ്രികളെല്ലാം നമ്മൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മസാല ഇട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഫിഷ് മസാല ഉപയോഗിക്കാറില്ല കേട്ടോ. വാങ്ങാറില്ല, വാങ്ങി വെച്ചിട്ടുണ്ട്, ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ ഇട്ടേണ്ട മത്തിയും പെറുക്കിയിട്ടേണ്ട കൊണ്ട് വെച്ച് കേട്ടോ. നല്ലോണം വറ്റട്ടെ. വറ്റുമ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തെ ഗ്യാസിലോട്ട് വെച്ചേക്കുന്നത് നമുക്ക് ഒരു കുടുക്ക വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടാക്കില്ല, തിളപ്പിച്ച് കുടിക്കാനാണ് കേട്ടോ. തണുത്തിട്ട് കുടിക്കണം തന്നെ. എന്നിട്ട് പിന്നെ ഈ മത്തിയെല്ലാം പെറുക്കാണ്ട് വറക്കാനുള്ള ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഇപ്പോൾ ആവശ്യമില്ല, ഉച്ചയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറ് അതിലോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഉണ്ട കെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ഉച്ചയാണല്ലോ. പിന്നെ അബാക്കസിൻ്റെ ക്ലാസ് ഉണ്ട്, സ്കൂളിലോട്ടാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ അവിടെ കരാട്ടയുടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടികളവിടെ നിൽപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് കുട്ടികളെല്ലാം പിടിച്ച് ക്ലാസ് കയറ്റി ക്ലാസ് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. പിന്നെ 1:30 കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നേരെ ഓടിപ്പോയത് ഫ്രിഡ്ജിൽ നിന്ന് മത്തി എടുത്തിട്ട് പൊരിക്കാനാണ് കേട്ടോ. മത്തി തലയൊക്കെ പൊരിച്ച് പിന്നെ മത്തി പരിഞ്ഞിൽ ചെറിയൊരു തോരൻ പോലെ ആക്കി കണ്ടിട്ട് ഇന്ന് ചോറിന് മൊത്തം മത്തി മയാണ് കേട്ടോ. പിന്നെ കുറച്ച് തൈരും കൂട്ടി അങ്ങോട്ട് ചോറ് കഴിച്ചു. ഞാനും മക്കളും തന്നെയുള്ളതെന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ നല്ല ലാഭിഷായിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കറി വൈകിട്ട് ദേശയുടെ വരുമ്പോഴത്തേക്ക് നിൽക്കണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.